എപ്പിലെപ്സി ഉള്ളവർ സാധാരണക്കാരെ പോലെ തന്നെ ബുദ്ധിശേഷിയുള്ളവരാണ്. മറ്റൊരു വിശ്വാസം എപ്പിലെപ്സി ഉള്ളവർ കുഴഞ്ഞു വീഴുമ്പോൾ കയ്യിൽ ചാവി, ലോഹം എന്നിവ വെക്കണമെന്നാണ്. നമസ്കാരം. IHMA സ്പന്ദനം ഹെൽത്ത് ടോക്ക് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ രമ്യ, സേവന ഹോമിയോപ്പതി ക്ലിനിക്, കല്ലന്താഴം, കൊല്ലം. എപ്പിലെപ്സി അല്ലെങ്കിൽ ഫിറ്റ്സ് എന്ന് പറയുന്നത് ഒരു ന്യൂറോളജിക്കൽ ഡിസോർഡറാണ്. തലച്ചോറിലെ ചില ഭാഗങ്ങളിൽ അസാധാരണമായിട്ടുണ്ടാകുന്ന ഇലക്ട്രിക്കൽ സിഗ്നലുകൾ ശരീരത്തിൽ അനിയന്ത്രിതമായ ചലനങ്ങൾക്ക് കാരണമാകുന്നു. പക്ഷേ എപ്പിലെപ്സിയെക്കുറിച്ച് നിരവധി തെറ്റിദ്ധാരണകളാണ് സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. ഇന്ന് നമുക്ക് ഈ തെറ്റിദ്ധാരണകൾ തിരിച്ചറിയുവാനും എപ്പിലെപ്സിയെ ശരിയായ രീതിയിൽ എങ്ങനെ മാനേജ് ചെയ്യുന്നതിനെക്കുറിച്ചും മനസ്സിലാക്കാം. എപ്പിലെപ്സി ബാധിതരായവർ ബുദ്ധിയില്ലാത്തവർ അല്ലെങ്കിൽ മാനസിക രോഗികൾ എന്നാണ് പലർക്കും വിശ്വാസം. എപ്പിലെപ്സി ഉള്ളവർ സാധാരണക്കാരെ പോലെ തന്നെ ബുദ്ധിശേഷിയുള്ളവരാണ്. രോഗലക്ഷണങ്ങൾക്കിടയിൽ ചിലർക്ക് താൽക്കാലികമായി അവരുടെ അവബോധം നഷ്ടപ്പെടുന്നത് കാരണമാണ് ഇവരെ മാനസിക രോഗമുള്ളവരായി തെറ്റിദ്ധരിക്കുന്നത്. മറ്റൊരു വിശ്വാസം എപ്പിലെപ്സി ഉള്ളവർ കുഴഞ്ഞു വീഴുമ്പോൾ കയ്യിൽ ചാവി, ലോഹം എന്നിവ വെക്കണമെന്നാണ്. ഇത് തെറ്റായ ധാരണയാണ്. ഇതിന് ശാസ്ത്രീയമായ അടിസ്ഥാനങ്ങളൊന്നുമില്ല. രോഗി കുഴഞ്ഞു വീഴുന്ന സാഹചര്യത്തിൽ രോഗിയെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറ്റി കിടത്തുക. ജലമോ മറ്റ് വസ്തുക്കളോ രോഗിയുടെ വായയിൽ വെക്കാതിരിക്കുക. രോഗിയുടെ വായ തുറന്നു പിടിക്കുക. മൂർച്ചയേറിയ വസ്തുക്കൾ അടുത്തുനിന്ന് മാറ്റിവെക്കുക. എപ്പിലെപ്സി തൊട്ടാൽ പകരുന്ന രോഗമല്ല എന്ന് മനസ്സിലാക്കുക. മറ്റു ചിലർ കരുതുന്നു എപ്പിലെപ്സി ഉള്ളവർക്ക് വിവാഹിതരാകാനോ കുട്ടികൾ ഉണ്ടാകാനുള്ള സാധ്യതയോ ഇല്ല എന്ന്. ഇത് തെറ്റായ ധാരണയാണ്. എപ്പിലെപ്സി ഉള്ളവർക്ക് വിവാഹിതരാകുന്നതിലോ കുട്ടികൾ ഉണ്ടാകുന്നതിലോ യാതൊരു തടസ്സവും ഇല്ല. ഇവർക്ക് സാധാരണ ജീവിതം നയിക്കുവാനും സാധിക്കുന്നതാണ്. എല്ലാ അനിയന്ത്രിത ചലനങ്ങളും കൺവൾഷൻസും എപ്പിലെപ്സി ആണോ? അല്ല. പല കാരണങ്ങൾ കൊണ്ടും സീഷേഴ്സ് അല്ലെങ്കിൽ കൺവൾഷൻസ് വരാം. ഫെബ്രൈൽ സീഷേഴ്സ് എന്ന് പറയുന്നത് പനി കൂടുമ്പോൾ താൽക്കാലികമായി ഉണ്ടാകുന്ന റെസ്പോൺസ് മാത്രമാണ്. മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അത് മാറുന്നതുമാണ്. 5 മാസം മുതൽ 5 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് കൂടുതലും ഫെബ്രൈൽ സീഷേഴ്സ് കാണുന്നത്. ഫെബ്രൈൽ സീഷേഴ്സിനെ എപ്പിലെപ്സിയായി കണ്ട് ഭയക്കേണ്ട കാര്യവുമില്ല. എപ്പിലെപ്സി ഉള്ളവർക്ക് സ്ട്രെസ് ഉള്ള ജോലികളൊന്നും ചെയ്യാൻ പാടില്ല. ഇതൊരു തെറ്റായ ധാരണയാണ്. വളരെ ചെറിയ ശതമാനം ആൾക്കാർ മാത്രമേ ഈ കാറ്റഗറിയിൽ വരുന്നുള്ളൂ. 70-80% ആൾക്കാർക്കും എപ്പിലെപ്സി ശരിയായ ചികിത്സയിലൂടെ നിയന്ത്രിക്കാനാകും. മറ്റ് മരുന്നുകൾ കഴിക്കുന്നതിനോടൊപ്പം ഹോമിയോപ്പതി മരുന്നുകൾ കഴിക്കാമോ? ഹോമിയോപ്പതി മെഡിസിൻസ് മറ്റു മരുന്നുകളോടൊപ്പം കഴിക്കാവുന്നതാണ്. ഇംപ്രൂവ്മെൻ്റ് അനുസരിച്ച് മറ്റു മരുന്നുകൾ കുറച്ചു കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. ഹോമിയോപ്പതി മെഡിസിൻസ് കഴിക്കുന്നത് കൊണ്ട് മറ്റു മരുന്നുകൾ പെട്ടെന്ന് തന്നെ നിർത്തേണ്ട കാര്യമില്ല. അത് വിദഗ്ധോപദേശം തേടിയതിനു ശേഷം ചെയ്യേണ്ട കാര്യമാണ്. മറ്റൊരു വിശ്വാസം എപ്പിലെപ്സി ഒരിക്കലും ഭേദമാകില്ല എന്നാണ്. ഇത് തെറ്റായ ധാരണയാണ്. 70-80% ആൾക്കാരിലും എപ്പിലെപ്സി നിയന്ത്രിക്കാനാകും. വളരെ കുറഞ്ഞ ശതമാനം ആൾക്കാരിൽ മാത്രമേ ചികിത്സ തുടർച്ചയായി ആവശ്യമുള്ളൂ. നിലവിൽ മികച്ച ചികിത്സാ മാർഗങ്ങൾ കൊണ്ടും ജീവിതശൈലി മാറ്റങ്ങൾ കൊണ്ടും എപ്പിലെപ്സി പൂർണ്ണമായും മാറുന്നുണ്ടെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. അറിവും സഹകരണവുമാണ് തെറ്റായ വിശ്വാസങ്ങളെ നീക്കം ചെയ്യുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം. ഈ വീഡിയോ മറ്റുള്ളവരുടെ അറിവിലേക്കും ഷെയർ ചെയ്യുക. നന്ദി.